ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവുകയാണ്. 2 മണിക്കൂറിലേറെയായി SIT ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുന്നുണ്ട്. അറസ്റ്റിന് സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. മനീഷ്, എത്രയും 2 മണിക്കൂറോളം ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അറസ്റ്റ് എന്ന നിലയിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നത്? നിലവിൽ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം നടക്കുന്നത്. 2 SP-മാർ, SP ശശിധരൻ, ഒപ്പം തന്നെ SP ബിജോയ്, 2 SP-മാരും ഒപ്പം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് മേധാവി H വെങ്കടേഷ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ചോദ്യം ചെയ്യലിൽ പങ്കെടുക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ മണിക്കൂറുകളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നേരത്തെയൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റ് ചെയ്തിട്ടുള്ള 5 പേർ, 4 ഉദ്യോഗസ്ഥരടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രധാനപ്പെട്ട പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇവരിൽ നിന്നും ലഭിച്ചിട്ടുള്ള മൊഴികളിൽ വളരെ പര്യാപ്തമാണ്. നിലവിൽ ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യുക എന്നത് വളരെ പര്യാപ്തമാണ്. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെ സംബന്ധിച്ച് ഈ 5 പേർക്ക് കൊടുത്തിരിക്കുന്ന മൊഴികളെല്ലാം പത്മകുമാറിനെതിരാണ്. ഇനി മൊഴിക്കപ്പുറം എന്തെങ്കിലും തെളിവുകൾ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭ്യമാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം പത്മകുമാറിന് ഈ സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപാടുകളിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ എന്താണെങ്കിലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. നേരത്തെ 2 തവണ പത്മകുമാറിന് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പത്മകുമാർ ഹാജരായിരുന്നില്ല. പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നേരിട്ട് SIT നീങ്ങും എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ന് നാടകീയമായി പോലീസ് ആസ്ഥാനത്ത് ഹാജരായത്. ഇന്ന് N വാസുവിൻ്റെ കസ്റ്റഡി, ഇന്ന് വ്യാഴാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ മുൻ ദേവസ്വം കമ്മീഷണർ N വാസുവിനെ കസ്റ്റഡിയിൽ SITക്ക് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരത്തെ ഈ ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിലേക്ക്, ഈഞ്ചക്കൽ ഓഫീസിലേക്ക് N വാസുവിനെ എത്തിച്ചിട്ടുണ്ട്. ഇനി N വാസുവും ഒപ്പം തന്നെ പത്മകുമാറിനെ ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഈ കേസിലെ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. 2019 ജൂലൈയിൽ ഈ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന സമയത്തെ ദേവസ്വം പ്രസിഡന്റും കമ്മീഷണറുമാണ് ഈ N വാസുവും ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഇവരെ ഒന്നിച്ചെത്തി ചോദ്യം ചെയ്യൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ചെമ്പെന്ന് രേഖപ്പെടുത്തി മഹർസർ എഴുതി ഒപ്പിട്ട് നൽകുമ്പോൾ അത് ദേവസ്വം കമ്മീഷണറുടെ ഒപ്പം തന്നെ ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ അറിവോട് കൂടിയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രൈം പങ്കാളി എന്ന് പറയുന്നത് പത്മകുമാറാണെന്ന് സംശയമുണ്ട്. ഇതുമായി ബലപ്പെടുത്തുന്ന മൊഴികൾ ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അന്നത്തെ ബോർഡ് പ്രസിഡന്റ് അറിഞ്ഞുകൊണ്ട് മാത്രം നടക്കാവുന്ന പല കാര്യങ്ങളിലും എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്നാണ് ഏറ്റവും സുപ്രധാനമായ ചോദ്യം. അതുകൊണ്ട് തന്നെ ചോദ്യമുനയിൽ കഴിയുന്ന പത്മകുമാറിന് മുൻപിൽ പല കാര്യങ്ങൾക്കും SITക്ക് മുന്നിലുള്ള വിശദീകരിക്കേണ്ടി വരും. അത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിന് മുൻപ് തന്നെ ആദ്യഘട്ട എന്ന രീതിയിൽ SIT ചില വിവരങ്ങൾ പത്മകുമാറിനോട് ചോദിച്ചിരുന്നു. അത്തരം വിവരങ്ങളെ കൂടാതെ ഇപ്പോൾ നടക്കുന്ന ചോദ്യം ചെയ്യലിൽ നിന്നും പല വിവരങ്ങൾ ലഭിച്ചാൽ ഉടൻ തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് നീങ്ങും. ഒപ്പം തന്നെ ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്ക് മുൻപ് തന്നെ കോടതിയിൽ ചോദ്യം ചെയ്യുന്ന നടപടികളിൽ ചോദ്യം ചെയ്യേണ്ട വിശദാംശങ്ങൾ അടങ്ങുന്ന വീഡിയോ അത് കോടതിയിൽ ഹാജരാക്കും. അത് ഇടക്കാല റിപ്പോർട്ട് ഇനിയും നൽകാൻ സാവകാശമുണ്ട്. 3ാം ഇടക്കാല റിപ്പോർട്ടിൽ ഇത്തരത്തിൽ ഈ വീഡിയോ കൂടി സമർപ്പിച്ച ശേഷം പിന്നീട് 2ാമത് ചോദ്യം ചെയ്യൽ നടത്തിയ ശേഷം അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് നിലവിൽ മുന്നിൽ കാണുന്നത്. നിലവിൽ ഇന്നത്തെ അറസ്റ്റ് നമുക്ക് പൂർണ്ണമായി തള്ളാൻ കഴിയില്ലെങ്കിലും അടുത്ത ഘട്ട ചോദ്യം ചെയ്യലായിരിക്കും അറസ്റ്റ് ഉണ്ടാവുക എന്ന സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇനി പൂർണ്ണമായ റിപ്പോർട്ടുകൾക്ക് മുൻപ് തന്നെ ശബരിമലയിൽ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ശാസ്ത്രീയ പരിശോധന, അതിൻ്റെ സാമ്പിൾ ശേഖരണം നടത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്ന് കരുതുന്ന സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് തമ്മിൽ പരിശോധിച്ച് ശാസ്ത്രീയ പരിശോധന ഫലവും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഫലം കൂടി വന്ന ശേഷമായിരിക്കും കേസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കൂടി നീങ്ങുക. എന്താണെങ്കിലും മണിക്കൂറുകൾ പിന്നിടുന്നു. പത്മകുമാർ ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തുണ്ട്. വരുന്ന മണിക്കൂറുകൾ പത്മകുമാറിനും SITക്കും വളരെ നിർണായകമാണ്. എന്താകും അടുത്ത മണിക്കൂറുകളിൽ SIT അന്വേഷണം എന്നത് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.